ബി.ജെ.പി. പ്രവർത്തനമായതുകൊണ്ട് അങ്ങൊരു കലാകാരനാണ്, അത്തരത്തിലുള്ള അവഗണന ശരിയാണോ? എൻ്റെ വീട്ടിലേക്ക് പ്രശാന്ത് വന്നിട്ടില്ലേ വോട്ട് ചോദിച്ചു? ആരൊക്കെ വന്നിരിക്കുന്നു? വിജയകുമാർ സാർ വന്നിട്ടില്ലേ? ഇതെല്ലാം ഞാൻ ബി.ജെ.പിക്കാരനായതിന് ശേഷമാണ്. അവരെ ഞാൻ ചായയും ലഡുവും എല്ലാം കൊടുത്ത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് അവർ പറയട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. രാജഗോപാൽ സാറും വന്നിട്ടുണ്ട്, തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. ആ, മുരളിച്ചേട്ടനും വന്നിട്ടുണ്ട്. പിന്നെന്ത് വേണം? അല്ല, ഞാൻ അവഗണനയായിട്ട് എടുക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നോടുള്ള അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കുക. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ ബാലേട്ടൻ്റെ കുടുംബത്ത് വന്നു, ഇന്ന് രാവിലെ കണ്ടു, കൂടിക്കാഴ്ച നടത്തി, എല്ലാ പിന്തുണയും നൽകാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. ഇനി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, കണ്ടോളൂ. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അവർ നിശ്ചയിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ അഭ്യർത്ഥിച്ചിട്ടില്ല. യോഗ്യമെന്ന് തോന്നുന്നത് വ്യക്തികൾ ചെയ്യും. ആ വ്യക്തികളുടെ ബലത്തിലായിരിക്കണം ഞാൻ ജയിക്കുന്നത്. ഇതിനിടയിൽ ഒരു വിഷയം കൂടെ ഉണ്ടായി. അതോട് തന്നെ ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിൽ ചായുന്ന ഒരു 14-കാരനെ മർദ്ദിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ മാധ്യമം. അല്ല, അതൊക്കെ നിങ്ങൾ അവിടെ പോയി അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കും. അങ്ങനെയുള്ള ഈ പോസ്റ്റ്, ഫേക്ക് പോസ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ കടിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ സുരേഷ് ഗോപി എന്ന പാർലമെൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ഫീൽഡ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ് എന്താണെന്ന് പരിശോധിക്കൂ. ആ കാൻഡിഡേറ്റിന് എന്താണ് ജനസമ്മതി നേടിക്കഴിഞ്ഞാൽ എന്താണ് ആ ജനസമക്ഷം മുന്നോട്ട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങളല്ല, ഉറപ്പുകൾ. അത് ഇതിനു മുമ്പ് അതുപോലെയുള്ള ഉറപ്പുകൾ പരിഗണിക്കപ്പെട്ടോ? പരിഗണിക്കപ്പെടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ ഉയർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു നടക്കുകയാണ്. അതിനെ നിങ്ങൾ വികസനമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ. ഇല്ലെങ്കിൽ രാഷ്ട്രീയമെന്ന് വിളിച്ചോളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നടക്കാത്ത സ്വപ്നങ്ങൾ എന്നും വിളിച്ചോളൂ. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ജനത എൻ്റെ മുന്നിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യമാണ്. പ്രധാനമന്ത്രിയായിട്ടല്ല വരുന്നത്, ഒരു പാർട്ടി പ്രവർത്തകനായിട്ട്. മെനിഞ്ഞാന്ന് ഇലക്ഷൻ കോഡ് വന്നതിന് ശേഷമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ തൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള കരുത്ത്, അദ്ദേഹം അതേ പാർട്ടിയുടെ ബലത്തിൽ ഒരു പ്രധാനമന്ത്രിയായി നിർവഹണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബലം അത് ലോകം മുഴുവൻ നൽകിയ ബലമാണ്. അത് പാർട്ടി അണികൾക്ക് തന്നെ, മറ്റ് കാൻഡിഡേറ്റ്സിന്, മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിലെ സമ്മതിദായകർക്ക് ആ ഊർജം പകർന്ന് നൽകാൻ, അതിന് വരാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. നിങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കരുത്, എത്ര തവണ വന്നു എന്ന് എണ്ണിക്കൊണ്ടിരിക്കരുത്. അറിയത്തില്ല, ഇല്ല, എന്താണെന്നറിയാം. അദ്ദേഹം അതിനുള്ള സമയം കൂടി കണ്ണൂരോ കോഴിക്കോടോ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കൂ. ഞാനങ്ങനെ അദ്ദേഹം 3 പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോഴും തൃശ്ശൂരിൻ്റെ എഡ്ജ് വരെ വന്ന് പോയിട്ടുണ്ട് ഒരു തവണ. 2 തവണ പിന്നീടും അദ്ദേഹം വന്നു. അതിനപ്പുറം ഞാൻ മോഹിക്കാൻ പാടില്ല, അപേക്ഷിക്കാനും പാടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വരുന്നെങ്കിൽ വരട്ടെ. അതല്ല, അദ്ദേഹത്തിന് എത്ര സ്ഥലത്ത് പോകണം അല്ലേ? 543 മണ്ഡലങ്ങളാണുള്ളത്. ഇനി മണ്ഡലങ്ങളല്ലാത്ത പ്രദേശങ്ങളിലും പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിലും പോകണം. അങ്ങനല്ലേ 282 നിന്ന് 303 പിന്നെ 400 പാർ എന്ന് പറയുന്ന ഒരു ഉദ്ദേശം നടപ്പിലാവണമെങ്കിൽ അദ്ദേഹം അത് ചെയ്തല്ലേ പറ്റൂ. അല്ലാതെ പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? അദ്ദേഹം അത് ചെയ്തോട്ടെ. അല്ല, അതൊക്കെ അവര് പറഞ്ഞ് വരും.
ഒരു മിനിറ്റ് അവർ പറയും വരും. ബാലേട്ടൻ ഓക്കെ, താങ്ക് യു.